എന്റെ സച്ചിന്റെ അടുത്തേക്ക് എനിക്ക് മടങ്ങിപ്പോയേ പറ്റൂ. മടങ്ങിപ്പോണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അർച്ചനയ്ക്ക് തിരിച്ചു പോവാം. പക്ഷേ കുറച്ച് സാവകാശം അത് ഗോകുലിന് കൊടുത്തേ പറ്റൂ. ഗോകുലിനെ ആ കുടുംബത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് അർച്ചന പോകരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആകാശം ഇടിഞ്ഞു വീണാലും ശരി, സത്യങ്ങൾ ഞാൻ ഇന്ന് തന്നെ എല്ലാവരോടും തുറന്നു പറഞ്ഞോളാം. എല്ലാം ഇതോടെ അവസാനിക്കട്ടെ. എന്നിട്ട് നാളെ രാവിലെ തന്നെ ഗോകുലിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങിക്കോളാം. അർച്ചന, അർച്ചന, അർച്ചന പറഞ്ഞതൊക്കെ ഞാൻ ക്ഷമയോടെ കേട്ടുന്നു. പക്ഷേ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേട്ടിട്ട് അർച്ചന പോയാൽ മതി. അർച്ചന ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ധർമ്മസങ്കടം എന്താണെന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാവും. ഞാനായിട്ട് ഈ സത്യം ആരെ അറിയിക്കാനും പോകുന്നില്ല. ഒന്നും ആരും അറിയാൻ സമയമായിട്ടുമില്ല. തൽക്കാലം ഈ രഹസ്യം നമുക്കിടയിൽ തന്നെ ഇരിക്കട്ടെ. ഇതാണ് എന്റെ തീരുമാനം. പോലീസുകാരന്റെ ബുദ്ധി എന്നോട് പ്രയോഗിക്കുകയാണോ രാജീവ്? അല്ല, പോലീസുകാരൻ എന്നതിനേക്കാൾ ഞാനൊരു മനുഷ്യനാണ്. ആ അവന്തിയോട് ചില പഴയ കണക്കുകൾ എനിക്കും തീർക്കാനുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഇനി നമുക്ക് നിന്റെ ശവോടക്കിന് കാണാം. പക്ഷേ പകയ്ക്കും പ്രതികാരത്തിനും അപ്പുറം സമൃദ്ധ എടുത്തു ചാടി ഒന്ന് ഇട്ടെറിഞ്ഞു പോകരുതെന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. സമൃദ്ധയെ ഗോകുൽ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്നേഹത്തിനും അപ്പുറം അയാൾ നിങ്ങളെ മാനസികമായി വല്ലാതെ ആശ്രയിക്കുന്നുണ്ട്. ഗോകുലിന്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ ഇപ്പോ സമൃദ്ധ മാത്രമാണ്. പഴയ സമൃദ്ധ മരിച്ചു, സത്യമാണ്. പക്ഷേ അർച്ചനയായിട്ടല്ല, സമൃദ്ധയായിട്ടാണ് ഈ കഴിഞ്ഞ 10 കൊല്ലവും ഗോകുൽ അർച്ചനയെ സ്നേഹിച്ചത്. 10 വർഷം ഒരു പുരുഷന്റെ ജീവിതത്തിലെ ചെറിയ കാലയളവല്ല. മനസ്സുകൊണ്ട് സമൃദ്ധയായി അർച്ചനയെ ഗോകുൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ സ്നേഹം ഇല്ലാതായാൽ ഗോകുലിന്റെ ജീവിതം അന്ന് തീരും. അതാ കുടുംബത്തിന്റെ ഒരു വലിയ ദുരന്തമായി മാറും. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അവരെ വലിച്ചെറിയരുതെന്ന് മാത്രമാണ് എനിക്ക് അർച്ചനയോട് അപേക്ഷിക്കാനുള്ളത്. ഞാൻ അന്ന് അവന്തിക കാരണം അപകടത്തിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടു കടന്നപ്പോ എന്റെ സ്വന്തം ഭാര്യ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ കാര്യങ്ങൾ നോക്കിയതും പരിചരിച്ചതും കരുണ കാണിച്ചതും ഗോകുലും സമൃദ്ധയും അമ്മയാണ്. അന്ന് അർച്ചന എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ പിറക്കാത്ത സഹോദരനാണെന്ന്. ആ സഹോദരൻ എന്ന അവകാശം എടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സ്വാർത്ഥതയാണെങ്കിൽ ക്ഷമിക്കണം. ആ കുടുംബത്തിന്റെ നെടുന്തൂൺ ഇപ്പൊ നിങ്ങളാണ്. പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ട പാവം ഗോകുൽ തകർന്നടിഞ്ഞു പോവും. പിന്നീട് ഈ ജന്മത്തിൽ ഗോകുലിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല. സച്ചിക്ക് മാത്രമല്ല അർച്ചന, ഗോകുലിനും നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. സമൃദ്ധി നഷ്ടപ്പെട്ട ചിലപ്പോ ഗോകുൽ ജീവിതം തന്നെ അവസാനിപ്പിച്ചെന്ന് വരാം.
ഞാൻ അർച്ചനയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ സത്യം അതാണ്. അത്രമാത്രം ഗോകുൽ സമൃദ്ധയെ സ്നേഹിക്കുന്നുണ്ട്. ഗൗരിമോളും ഗോകുലും സമൃദ്ധി അടങ്ങുന്ന ആ മനോഹരമായ കുടുംബചിത്രം ഒരിക്കലും ഉടയാതെ തന്നെ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് പക്ഷെ എങ്ങനെ സാധിക്കാനാ? എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് എന്റെ സച്ചേട്ടനാ. ഈ ജന്മത്തിലെന്നല്ല, വരുന്ന എല്ലാ ജന്മങ്ങളിലും പിരിയാതിരിക്കണമെന്ന് ആഗ്രഹിച്ചവരാ ഞങ്ങൾ രണ്ടുപേരും. എന്തൊക്കെ സംഭവിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ സച്ചേന്റെ അടുത്തേക്ക് എനിക്ക് മടങ്ങിപ്പോയേ പറ്റൂ. മടങ്ങിപ്പോണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അർച്ചനയ്ക്ക് തിരിച്ചു പോവാം. പക്ഷേ കുറച്ച് സാവകാശം അത് ഗോകുലിന് കൊടുത്തേ പറ്റൂ. ഗോകുലിനെ ആ കുടുംബത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് അർച്ചന പോകരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അർച്ചന തിരികെ പോയാലും ഗോകുലിന്റെ ജീവിതം തകരില്ല എന്നൊരു ഉറപ്പ് കിട്ടുന്നവരെയുള്ള ഒരു സമയം. ആരെയും വേദനിപ്പിക്കാതെ എനിക്ക് എന്റെ സച്ചേന്റെ അടുത്തേക്ക് മടങ്ങിപ്പോണം. അതിനൊരു വഴി എന്താണെന്ന് രാജീവ് തന്നെ പറഞ്ഞതാ. എന്തായാലും അല്പം കൂടി ഒന്ന് ക്ഷമിക്കേ. എല്ലാത്തിനും സ്വയം ഒരു വഴി തെളിയും. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. അതുമാത്രമല്ല, അവന്തിയുടെ കാര്യത്തിൽ ചില ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് കിട്ടേണ്ട ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കാനും നമ്മൾ ഒരുമിച്ച് നിന്നാ സാധിക്കും. അതുകൂടി കഴിഞ്ഞാലല്ലേ സച്ചിയുടെ അടുത്തേക്ക് മടങ്ങിപ്പോയാലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. തൽക്കാലം ഒന്നും തകരാതെ, ആരെയും വേദനിപ്പിക്കാതെ സമാധാനമായിട്ട് അർച്ചനയ്ക്ക് തിരിച്ചു പോകാനുള്ള സമയമാകുന്നതുവരെ ഈ രഹസ്യം നമ്മുടെ രണ്ടുപേരുടെയും ഉള്ളിൽ ഭദ്രമായിട്ടിരിക്കട്ടെ. എന്തിനും ഏതിനും സഹായത്തിന് ഞാനുണ്ടാവും.